നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ് എന്നിവയുമായി സംയോജിച്ച് തൃശൂൽ നീതി ഉപയോഗിച്ച് ചൈന ഇന്ത്യയുടെ ചിക്കൻ നെക്കിൽ പിടിമുറുക്കുന്നു. ചിക്കൻ നെക്ക് ഇടനാഴി ഇന്ത്യയെ വടക്കുകിഴക്കൻ ഇന്ത്യയുമായി ബന്ധിപ്പിക്കുന്നു. ഈ ഇടനാഴിക്ക് 22 കിലോമീറ്റർ വീതി മാത്രമേ ഉള്ളൂ. ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനെ സഹായിച്ചതിലൂടെ ഇന്ത്യയോടുള്ള തങ്ങളുടെ ഉദ്ദേശങ്ങൾ എത്രത്തോളം അപകടകരമാണെന്ന് ചൈന വ്യക്തമാക്കി. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ യാതൊരു തടസ്സവുമില്ലാതെ ചൈന തുടർച്ചയായി കാലുറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുമൂലം സിലിഗുരി ഇടനാഴി എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ ചിക്കൻ നെക്കിൽ സമ്മർദ്ദം നിരന്തരം വർദ്ധിച്ചു വരികയാണ്. ചിക്കൻ നെക്ക് കോറിഡോർ എന്താണ്? ചിക്കൻ നെക്ക് കോറിഡോർ ഇന്ത്യയെ വടക്ക് കിഴക്കൻ ഇന്ത്യയുമായി ബന്ധിപ്പിക്കുന്നു. ഈ ഇടനാഴിക്ക് 22 കിലോമീറ്റർ വീതി മാത്രമേ ഉള്ളൂ. ചൈന നിരന്തരം അതിൽ പിടിമുറുക്കുന്നു. കിഴക്കൻ നേപ്പാൾ, തെക്കൻ ഭൂട്ടാൻ, വടക്കു പടിഞ്ഞാറൻ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ചൈനയുടെ പ്രവർത്തനങ്ങൾ ചിക്കൻ നെക്ക് കോറിഡോറിൽ 3 വശങ്ങളിൽ നിന്ന് പിടിമുറുക്കുന്നുവെന്ന് പുതിയ റിപ്പോർട്ടുകൾ അവകാശപ്പെടുന്നു. അതായത് ഇന്ത്യയുടെ അഖണ്ഡതയെ അപകടപ്പെടുത്താനുള്ള ശ്രമം നടക്കുന്നു. ചിക്കൻ നെക്ക് കോറിഡോറിൽ ചൈന എന്താണ് ചെയ്യുന്നത്? സ്വരാജ്യത്തിന്റെ റിപ്പോർട്ടിൽ പ്രതിരോധ തന്ത്രപരമായ കാര്യങ്ങളിൽ വിദഗ്ധനായ മേജർ ജനറൽ അവിനാഷ് പ്രകാശ് പറഞ്ഞു, ഡോക്ലാം പീഠഭൂമിയിൽ ചൈനീസ് സൈനികർക്കെതിരെ ഇന്ത്യ ശക്തമായ പ്രതിരോധം പ്രകടിപ്പിക്കുകയും അവരെ പിൻവാങ്ങാൻ നിർബന്ധിക്കുകയും ചെയ്തപ്പോൾ ചിക്കൻ നെക്ക് കോറിഡോറിനടുത്ത് തങ്ങളുടെ ശക്തമായ സാന്നിധ്യം സ്ഥാപിക്കാൻ ചൈന മറ്റു വഴികൾ തേടാൻ തുടങ്ങി. ബംഗ്ലാദേശും നേപ്പാളും ഇപ്പോൾ ചൈനയ്ക്ക് അത്തരം അവസരങ്ങൾ നൽകിയിട്ടുണ്ട്. ഭൂട്ടാനിൽ തന്ത്രപരമായ നിക്ഷേപം നടത്താൻ ചൈന ശ്രമിക്കുകയും അത് മുതലെടുക്കുകയും ചിക്കൻ നെക്ക് കോറിഡോറിൽ തങ്ങളുടെ ശക്തമായ തന്ത്രപരമായ സാന്നിധ്യം സ്ഥാപിക്കാൻ പദ്ധതിയിടുകയും ചെയ്യുന്നു. നേപ്പാളുമായുള്ള ചൈനയുടെ കരാർ എന്താണ്? നേപ്പാളിന്റെ കിഴക്കേ അറ്റത്തുള്ള ജാബ ജില്ലയിലെ ദമാക്കിൽ $1 മില്യൺ ചെലവിൽ ഒരു ചൈന നേപ്പാൾ സൗഹൃദ വ്യവസായ പാർക്ക് നിർമ്മിക്കാൻ ചൈന പദ്ധതിയിടുന്നു. ചിക്കൻ നെക്ക് ഇടനാഴിയുടെ പടിഞ്ഞാറൻ വിന്യാസം രൂപപ്പെടുത്തുന്ന ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ നിന്ന് 55 കിലോമീറ്റർ മാത്രം അകലെയാണ് ദമാക്. നേപ്പാൾ പ്രധാനമന്ത്രി ഖഡ്ഗപ്രസാദ് ശർമ്മ ഒലിയുടെ പ്രിയപ്പെട്ട പദ്ധതിയാണത്. അതായത് ചൈനയുടെ പ്രതിനിധിയായി കണക്കാക്കപ്പെടുന്ന ആളാണ് KP ഒലി. ജാപ്പ ഒലിയുടെ ജന്മദേശമായ ജില്ലയാണ്. അദ്ദേഹം ഈ വ്യവസായ പാർക്ക് പദ്ധതിയെ നേപ്പാളിലെ BRI ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് പദ്ധതികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 1422 ഹെക്ടറിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ പാർക്ക് ഒരു നിരീക്ഷണ ലോജിസ്റ്റിക് കേന്ദ്രമായി മാത്രമല്ല, പാകിസ്ഥാൻ പിന്തുണയുള്ള തീവ്രവാദികൾക്ക് ഒരു പുതിയ സുരക്ഷിത പാതയായി മാറാനും കഴിയുമെന്ന് വിദഗ്ധർ വിശ്വസിക്കുന്നു. ഭൂട്ടാന്റെ ഗെലഫു മൈൻഡ്ഫുൾനെസ് സിറ്റി എന്താണ്? ഗെലഫു മൈൻഡ്ഫുൾനെസ് സിറ്റി GMC ഒരു ഭാവി പദ്ധതിയാണ്. അതിന്റെ ഇപ്പോഴത്തെ രാജാവ് ജിഗ്മേ ഖേസർ നംഗ്യേൽ വാങ്ചുക്കിന്റെ ആശയമാണിത്. 1000 ചതുരശ്ര കിലോമീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്ന GMC ആസാമുമായുള്ള ഇന്ത്യ ഭൂട്ടാൻ അതിർത്തിക്ക് തൊട്ടടുത്തായി വരുന്നു. ഭൂട്ടാന്റെ പദ്ധതിയിൽ ഇന്ത്യയും പങ്കാളിയാണെങ്കിലും പ്രത്യേക ഭരണ മേഖലയായി പ്രവർത്തിക്കുന്ന GMCയിൽ ചൈനയും നിക്ഷേപിക്കാൻ പദ്ധതിയിടുന്നു. ഭൂട്ടാൻ ഞങ്ങളുടെ വളരെ അടുത്ത സുഹൃത്താണ്. ഈ പദ്ധതിയിൽ ഞങ്ങൾ പങ്കാളികളാണ്. എന്നാൽ GMC ചൈന എന്താണ് ചെയ്യുന്നതെന്ന് നാം സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടതുണ്ട്. ചൈനക്കാർ വലിയ നിക്ഷേപങ്ങൾ ആസൂത്രണം ചെയ്യുന്നു. എല്ലാ ചൈനീസ് പദ്ധതികളെയും പോലെ GMCയിലെ നിക്ഷേപവും അവ്യക്തമാകുമെന്ന് ഞങ്ങൾ സംശയിക്കുന്നു. അതിനാൽ നമ്മൾ നിരന്തരം ജാഗ്രത പാലിക്കണം, ഒരു മുതിർന്ന IB ഉദ്യോഗസ്ഥൻ പറയുന്നു. ബംഗ്ലാദേശിലെ ലാൽമോ നിർഹത്ത് വ്യോമത്താവളം നിർണായകമാകുന്നത് എന്തുകൊണ്ടാണ്? ഇന്ത്യക്ക് ഗുരുതരമായ തന്ത്രപരമായ ആശങ്കയുള്ള വിഷയമായി മാറിയിരിക്കുന്ന ലാൽമോ നിർഹത്ത് വ്യോമത്താവളം പുനരുജ്ജീവിപ്പിക്കാൻ ബംഗ്ലാദേശിന്റെ ഇടക്കാല സർക്കാർ ചൈനയുടെ സഹായം തേടുന്നു. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ നിന്ന് വെറും 20 കിലോമീറ്റർ അകലെയാണ് ഈ വ്യോമത്താവളം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ ജീവനാഡിയായി കണക്കാക്കപ്പെടുന്ന ചിക്കൻ നെക്ക് ഇടനാഴിക്ക് വളരെ അടുത്താണ് ഇത്. ചൈനയുടെയും പാകിസ്ഥാന്റെയും സാധ്യമായ പങ്കാളിത്തത്തെ ഇന്ത്യ ശക്തമായി എതിർത്തിട്ടുണ്ട്. സർക്കാരിന്റെ ഈ തീരുമാനത്തെ ബംഗ്ലാദേശ് സൈന്യവും എതിർത്തതായും
ഈ പദ്ധതി ഒരു വിദേശ രാജ്യത്തെയും ഉൾപ്പെടുത്തില്ലെന്നും പറഞ്ഞതായി റിപ്പോർട്ടുണ്ട്. എന്നാൽ ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനുസ് എന്ത് വില കൊടുത്തും ചൈനയെ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ലാൽമോ നിർഹദ് സജീവമാവുകയും ചൈനയ്ക്ക് അതിൽ പങ്കുണ്ടെങ്കിൽ ഇന്ത്യൻ സൈനിക പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ ചൈനയ്ക്ക് വഴി വ്യക്തമാകുന്നുവെന്നും അതുമൂലം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധം പ്രശ്നത്തിലാകുമെന്നും വിദഗ്ധർ പറയുന്നു. ഇത് ഇന്ത്യക്ക് വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുന്നു. ഇന്ത്യയുടെ നിലപാട് എന്താണ്? നയതന്ത്ര മാർഗങ്ങളിലൂടെ നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളെ ചൈനീസ് പദ്ധതികളെക്കുറിച്ചുള്ള ആശങ്കകൾ ഇന്ത്യ അറിയിച്ചിട്ടുണ്ടെങ്കിലും ഈ രാജ്യങ്ങളിലെ മാറിവരുന്ന രാഷ്ട്രീയ സമവാക്യങ്ങളും ചൈനയുടെ സാമ്പത്തിക കടന്നുകയറ്റവും ഇന്ത്യയുടെ ആശങ്കകൾ കുറയ്ക്കാൻ കഴിയുന്നില്ല. വടക്ക് കിഴക്കൻ മേഖലയെ ഏതെങ്കിലും വിധത്തിൽ അപകടത്തിലാക്കുകയും ഇന്ത്യയെ വളയാൻ പൂർണ്ണ തയ്യാറെടുപ്പുകളും നടത്തുക എന്നതാണ് ചൈനയുടെ വ്യക്തമായ ലക്ഷ്യം. ഇന്ത്യക്ക് പ്രതിരോധ തന്ത്രങ്ങളും വിഭവങ്ങളും ഉണ്ടെന്ന് വിദഗ്ധർ വിശ്വസിക്കുന്നു. എന്നാൽ ഈ 3 വശത്തിൽ നിന്നുള്ള സമ്മർദ്ദം ഇന്ത്യ ഇപ്പോൾ നിരീക്ഷണം, സൈനിക തയ്യാറെടുപ്പുകൾ, തന്ത്രപരമായ നിക്ഷേപങ്ങൾ എന്നിവ 3 ഇരട്ടി വർദ്ധിപ്പിക്കേണ്ടി വരുമെന്ന് അർത്ഥമാക്കുന്നു. ചിക്കൻ നെക്കിന് ചുറ്റുമുള്ള കുരുക്കു മുറുകുന്ന ഈ തൃശൂൽ നീതി വരും വർഷങ്ങളിൽ ഇന്ത്യയെ അതിൻ്റെ ഭൗമ രാഷ്ട്രീയ മുൻഗണനകളെക്കുറിച്ച് പുനർവിചിന്തനം ചെയ്യാൻ നിർബന്ധിതരാക്കിയേക്കാം. ഇന്ത്യയുടെ ചിക്കൻ നെക്കുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ബംഗ്ലാദേശ് രാഷ്ട്രീയക്കാർ തമ്മിൽ വാക്പോരുകളും സംഭവിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ പരാമർശിച്ച് ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിലെ മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനുസിന്റെ പരാമർശങ്ങളാണ് ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഉചിതമായ മറുപടി നൽകിയത്. ഇന്ത്യയുടെ ചിക്കൻ നെക്ക് പിടിച്ച് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ വേർപെടുത്തുമെന്നുള്ള ബംഗ്ലാദേശിലെ ചിലരുടെ ഭീഷണികൾക്കെതിരെയാണ് ആസാം മുഖ്യമന്ത്രി വളരെ ശക്തവും നല്ലൊരു മറുപടി നൽകി പ്രതികരിച്ചത്. ബംഗ്ലാദേശിന് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ആസാം മുഖ്യമന്ത്രിയുടെ മുന്നറിയിപ്പ്. കാരണം ഇന്ത്യക്ക് ഒരു ചിക്കൻ നെക്കേ ഉള്ളെങ്കിൽ ബംഗ്ലാദേശിന് 2 ചിക്കൻ നെക്കുണ്ട് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. ബംഗ്ലാദേശിന്റെ ആദ്യത്തെ ചിക്കൻ നെക്ക് ദക്ഷിണ ദിനാജ്പൂരിനും തെക്ക് പടിഞ്ഞാറൻ ഗാരോ കുന്നുകൾക്കുമിടയിലുള്ള 80 കിലോമീറ്റർ നീളമുള്ള വടക്കൻ ബംഗ്ലാദേശ് ഇടനാഴിയാണ്. ഇവിടെയുള്ള ഏതൊരു തടസ്സവും രംഗ്പൂർ ഡിവിഷനെ ബംഗ്ലാദേശിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് പൂർണ്ണമായും ഒറ്റപ്പെടുത്തും. രണ്ടാമത്തെ ചിക്കൻ നെക്ക് ദക്ഷിണ ത്രിപുര മുതൽ ബംഗാൾ ഉൾക്കടൽ വരെയുള്ള 28 കിലോമീറ്റർ മാത്രം നീളമുള്ള ചിറ്റഗോങ് ഇടനാഴിയാണ്. ഒരുപക്ഷെ ഇന്ത്യയുടെ ചിക്കൻ നെക്കിനേക്കാൾ ചെറുതായ ഒരു ഇടനാഴി. അത് മാത്രമല്ല, ഈ ഇടനാഴി ബംഗ്ലാദേശിന്റെ സാമ്പത്തിക തലസ്ഥാനത്തെയും രാഷ്ട്രീയ തലസ്ഥാനത്തെയും ബന്ധിപ്പിക്കുന്ന ഒരേ ഒരു കണ്ണിയാണ്. അദ്ദേഹം പറയുന്നത്, ചിലർ മറക്കാൻ സാധ്യതയുള്ള ഭൂമിശാസ്ത്രപരമായ ചില വസ്തുതകൾ മാത്രമാണ് ഞാൻ പറയുന്നതെന്ന് അദ്ദേഹം അന്ന് എക്സിൽ പോസ്റ്റ് ചെയ്തു. ഇടനാഴികളുടെ മാപ്പ് സഹിതം പങ്കുവെച്ചുകൊണ്ടാണ് അദ്ദേഹം അത് പോസ്റ്റ് ചെയ്തത്. ഇന്ത്യയുടെ 7 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളും കരയാൽ ചുറ്റപ്പെട്ട പ്രദേശങ്ങളാണെന്നും ബംഗ്ലാദേശ് മാത്രമാണ് ഈ മേഖലയിലെ സമുദ്രത്തിലേക്ക് വഴി തുറക്കുന്ന ഏക രാജ്യമെന്നും ചൈനയ്ക്കിത് വലിയൊരു അവസരം നൽകുന്നുവെന്നും ബംഗ്ലാദേശിലേക്ക് സ്വാഗതം ചെയ്യുന്നുവെന്നുമാണ് യൂനുസിന്റെ പരാമർശം. ഈ മേഖലയിലേക്ക് ചൈനയെ ക്ഷണിച്ച യൂനുസിന്റെ നടപടിക്ക് പിന്നാലെ തുറമുഖങ്ങളും വിമാനത്താവളങ്ങളും വഴി ചരക്ക് കടത്താൻ ബംഗ്ലാദേശിനെ അനുവദിക്കുന്ന കരാർ തന്നെ ഇന്ത്യ റദ്ദാക്കി.